ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 8-ലെ മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും എന്ന ചാപ്റ്ററാണ്. സോഷ്യലൈസേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ സിലബസിൽ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ന്യൂ SCERT ഈ ഒരു ചാപ്റ്റർ കണ്ടു. ഇതിൽ കുറച്ച് സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള മീൻസ് സമൂഹ പഠനവുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുകൂടി നോക്കാനുണ്ട്. ഒരുപാടൊന്നുമില്ല, ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് നോക്കി പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് വരുന്നതെങ്കിലോ അപ്പോൾ നമ്മൾ നോക്കാതിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇതിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഓപ്ഷൻ കണ്ടാൽ ആൻസർ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. എങ്കിലും ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം ഒന്ന് നോക്കി ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ തീർക്കും. അപ്പൊ എന്താണ് മാസ് മീഡിയ? മാസ് മീഡിയ എന്ന് പറയുമ്പോൾ ബഹുജന മാധ്യമങ്ങൾ എന്നാണ് പറയുന്നത്. ബഹുജന മാധ്യമങ്ങൾ. ഈ ബഹുജന മാധ്യമങ്ങൾ എന്താന്നുള്ള ഡെഫിനിഷൻ നമുക്ക് ഏറ്റവും ആദ്യം നോക്കി പോവാം. നിരവധി ആളുകളിലേക്ക് ഒരേ സമയം, അതിന്റെ പെക്യൂലിയാരിറ്റി എന്ന് പറയുന്നത് ഇതാണ്, നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കും. അപ്പൊ നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ കഴിയുന്ന വിവിധ രൂപങ്ങളാണ് ബഹുജന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാസ് മീഡിയ. പത്രങ്ങൾ, മാസികകൾ, റേഡിയോ, ടെലിവിഷൻ, ഇന്റർനെറ്റ്, സാമൂഹിക മാധ്യമങ്ങൾ ഇതെല്ലാം എന്താണ്? മാസ് മീഡിയയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് അത് വായിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പോലെ തന്നെ തന്നിരിക്കുന്നത് കൊണ്ട് വായിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ആശയവിനിമയ ഉപാധി എന്ന നിലയിൽ വിവിധ മാധ്യമങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അച്ചടി മാധ്യമങ്ങൾ എന്താണ്? പ്രിന്റഡ് ആയിട്ടുള്ളത് അല്ലെ, വാർത്തകള്, ലേഖനങ്ങള്, ന്യൂസ് പേപ്പർ, അങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാഗസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോയിലൂടെ നമുക്ക് എന്ത് കിട്ടും? അറിയിപ്പുകള്, കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ടെലിവിഷനിലൂടെ ആണെങ്കിൽ വിനോദ പരിപാടികൾ, സിനിമ, ന്യൂസ്, കുട്ടികളോട് കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇന്റർനെറ്റിലൂടെ ആണെങ്കിൽ ഓൺലൈൻ വാർത്തകൾ, കൊമേഴ്സിനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഇനി ഇവിടെ നോക്കാം. സമൂഹ മാധ്യമങ്ങൾ, ബ്ലോഗുകൾ, ഓൺലൈൻ ഫോറങ്ങൾ എന്നിവ പോലെയുള്ള സംവേദാത്മക ഇടങ്ങൾ, സെൻസിറ്റീവ് പ്ലാറ്റ്ഫോംസ് വ്യക്തികളെ അവരുടെ ചിന്തകൾ പ്രതിഫലിപ്പിക്കാനും പങ്കിടാനും സഹായിക്കുന്നു. വ്യക്തികളെ അവരുടെ ചിന്തകൾ പ്രതിഫലിപ്പിക്കാനും പങ്കിടാനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സംവേദാത്മക സെൻസിറ്റീവ് പ്ലാറ്റ്ഫോംസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സമൂഹ മാധ്യമങ്ങൾ, ബ്ലോഗുകൾ, ഓൺലൈൻ ഫോറങ്ങൾ എന്നിവ പോലെയുള്ള സെൻസിറ്റീവ് മാധ്യമങ്ങളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അടുത്തത്, അച്ചടി മാധ്യമങ്ങളിൽ നിന്നും ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്കുള്ള വികാസത്തിന് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾ കാരണമായി. നോക്കിയേ, ഒരു കർഷകനാണ്. കർഷകൻ എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു ടാബാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അച്ചടി മാധ്യമങ്ങളിൽ നിന്നും ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്കുള്ള വികാസത്തിന് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾ കാരണമായിട്ടുണ്ട്. അടുത്തത് പോയിന്റ്സ് മാത്രമാണ് നമ്മൾ വായിച്ചു പോകുന്നത്. മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സാമൂഹിക ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വ്യക്തികളും സമൂഹവുമായുള്ള പാരസ്പര്യം, ഇന്ററാക്ഷൻ, വ്യക്തിയും സമൂഹവുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉറപ്പുവരുത്തുന്നതിനുമുള്ള പ്രധാന ആശയവിനിമയ ഉപാധിയാണ് മാധ്യമങ്ങൾ. അപ്പൊ പാരസ്പര്യം, ഇന്ററാക്ഷൻ എന്ന വാക്ക് നമുക്ക് അറിയായിരിക്കും. പാരസ്പര്യം എന്നാണ് അതിന്റെ മലയാളം ടേം വരുന്നത് കേട്ടോ. സാമൂഹിക ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വ്യക്തികളും സമൂഹവുമായിട്ടുള്ള ഇന്ററാക്ഷൻ പോസിബിൾ ആക്കുന്നതിനും പ്രധാന ആശയവിനിമയ ഉപാധിയാണ് മാധ്യമങ്ങൾ. അപ്പൊ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാധ്യമങ്ങളെ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, അച്ചടി മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയാസ്. ഇപ്പൊ ജേർണൽസ്, മാഗസിൻസ്, പത്രങ്ങൾ, പുസ്തകങ്ങൾ, ഇതെല്ലാം അച്ചടി മാധ്യമങ്ങളുടെ ഗണത്തിൽ വരുന്നവയാണ്. അപ്പൊ നോക്കിയേ, ഈ ഡിജിറ്റൽ യുഗത്തിലും പ്രാധാന്യം അർഹിക്കുന്നവ തന്നെയാണ് അച്ചടി മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഇവ സമഗ്രമായ വാർത്തകളും ഫീച്ചറുകളും സാഹിത്യ സൃഷ്ടികളും സമൂഹത്തിന് നൽകുന്നുണ്ട്. വിശ്വസനീയമായതും ആഴത്തിലുള്ളതുമായ വായനാ അനുഭവം അച്ചടി മാധ്യമങ്ങളിലൂടെ സാധ്യമാകുന്നു. ഇവ സൂക്ഷിച്ചു വെച്ച് പുനർവായനയ്ക്ക് കൂടി നമുക്ക് ഉപകരിക്കാവുന്ന തരത്തിലുള്ള മാധ്യമങ്ങളാണ് അല്ലെ. അപ്പൊ അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് വായനക്കാരിലേക്ക് മാത്രമേ ആശയവിനിമയം സാധ്യമാകുന്നുള്ളൂ. ഇനി രണ്ടാമത്, പ്രക്ഷേപണ മാധ്യമങ്ങൾ, ബ്രോഡ്കാസ്റ്റ് മീഡിയാസ്. കണ്ടോ, പ്രക്ഷേപണ നിലയത്തിൽ നിന്ന് ട്രാൻസ്മിറ്റർ വഴി എന്ത് ചെയ്യുന്നു? ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഡേറ്റ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസേഴ്സിന് എന്ത് ചെയ്യാം? DTH റിസീവറിലൂടെ ഒരു കുട്ടി ന്യൂസ് കാണുന്നത് കണ്ട് TV കാണുന്നുണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു, ശേഷം ഡൗൺലോഡ് ചെയ്ത് റിസീവർ അത് യൂസ് ചെയ്യുന്നു. ഇനി നോക്കിയേ, റേഡിയോ, ടെലിവിഷൻ എന്നിവ പോലുള്ള പ്രക്ഷേപണ മാധ്യമങ്ങൾ വലിയൊരു വിഭാഗം ജനങ്ങളിൽ ഒരേ സമയം ആശയങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതിൽ ആശയവിനിമയം ഒരു ദിശയിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ അല്ലെ. ഇപ്പൊ ന്യൂസിൽ എന്താണോ കാണുന്നത് അത് കണ്ട് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ദിശയിൽ മാത്രമാണ് പോസിബിൾ ആവുന്നത്. ഇനി പ്രക്ഷേപണ പരിപാടികളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ കാലതാമസം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പാരസ്പര്യ സാധ്യത പരിമിതമാണ്. ഇന്ററാക്ഷന്റെ പോസിബിലിറ്റി ഇവിടെ കുറവാണ്.
ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് ഡിജിറ്റൽ മാധ്യമങ്ങളെ കുറിച്ചാണ്. നോക്കിയേ, എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ സമഗ്രയുടെ സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ അതിന്റെ ഹോം പേജ് ഇതാ ഇങ്ങനെയാണ് വരിക കേട്ടോ. സമഗ്രയുടെ സൈറ്റ് ഓപ്പൺ ആക്കുന്നത് ഇവിടെ നമുക്ക് SCERT പാഠപുസ്തകങ്ങൾ ന്യൂ SCERT ഒക്കെ അവൈലബിൾ ആവും കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയുടെയും സമഗ്ര പോർട്ടലിന്റെയും ഹോം പേജിന്റെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് SCERT വെബ്സൈറ്റ്, ഇത് സമഗ്രയുടെ വെബ്സൈറ്റ്. ഓക്കെ, പിന്നെ ഇതിൽ താഴേക്ക് പോകണം കേട്ടോ. അപ്പോൾ അവിടെ ടെക്സ്റ്റ് ബുക്ക് നമ്മളോട് ചോദിക്കും. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ എന്ന് ചോദിക്കും. അതിന്റെ മലയാളം മീഡിയം ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പിന്നെ നിങ്ങൾക്ക് SCERT ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ടെലഗ്രാം ചാനലിൽ തന്നെ SCERT നമുക്ക് PDF അവൈലബിൾ ആവുന്നുണ്ട് കേട്ടോ, ന്യൂ SCERTയുടെ. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇന്റർനെറ്റിന്റെ വരവോടുകൂടി വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങൾ ഉണ്ടാവുകയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റുകൾ, ഓൺലൈൻ വാർത്തകൾ, ബ്ലോഗുകൾ എന്നിവ തത്സമയ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി തുടങ്ങി. ഇതോടെ മാധ്യമങ്ങളിലൂടെ സാമൂഹിക പാരസ്പര്യം, സോഷ്യൽ ഇന്ററാക്ഷൻ പോസിബിൾ ആയി. അപ്പൊ ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് നമുക്ക് സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചു എന്നുള്ളൊരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയാസ്, ഒന്നും പറയാതെ തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ സോഷ്യൽ മീഡിയാസിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ പഠനത്തിൽ നമുക്ക് അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം. പഠന വിഭവങ്ങൾ പങ്കുവയ്ക്കൽ. നമ്മൾ ഒരു സമയത്ത് കോവിഡിന്റെ സമയത്ത് വീടുകളിൽ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുന്ന ക്ലാസ് റൂമുകളായിരുന്നു നമ്മുടെ ഉള്ളിൽ അല്ലെ, ഓൺലൈൻ ക്ലാസ്സുകൾ. അന്നൊക്കെ നമ്മൾ അന്നാണ് ഈ വാട്സപ്പിലൂടെ നമ്മൾ എന്താ ഓരോ ക്ലാസ് വൈസ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തതും ടീച്ചേഴ്സ് അതിലൂടെ മെസ്സേജ് അയച്ചു തുടങ്ങിയതും കുട്ടികളെ അറിയിക്കാനോ അല്ലെ പേരൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻ പോസിബിൾ ആക്കിയതൊക്കെ അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പൊ സാമൂഹിക മാധ്യമങ്ങൾ ആധുനിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുന്നു. വ്യക്തിയാന്തര ബന്ധങ്ങളും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സാമൂഹിക പാരസ്പര്യം, സോഷ്യൽ ഇന്ററാക്ഷൻസ്, സോഷ്യൽ ഇന്ററാക്ഷൻസ് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതലായി കാണുന്നു. എഴുത്ത്, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പോലുള്ള ഉള്ളടക്കം സൃഷ്ടിക്കാനും പങ്കിടാനും സംവദിക്കാനും ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് സാമൂഹിക മാധ്യമങ്ങൾ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയണ്ടല്ലോ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. വ്യക്തിയാന്തര ബന്ധങ്ങൾ പോസിബിൾ ആക്കുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഇവിടെ നോക്കിയേ, അച്ചടി മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളും പരമ്പരാഗത മാധ്യമങ്ങളാണ്. ഏകദിശയിൽ വിനിമയം സാധ്യമാക്കുന്നതിനാൽ ഇവയിലൂടെ പാരസ്പര്യം, ഇന്ററാക്ഷൻ പരിമിതമായിട്ടുള്ളതാണ്. എന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും നവമാധ്യമങ്ങളാണ്. ഇവ ഇരുദിശയിലേക്കും സുഗമമായിട്ടുള്ള പാരസ്പര്യം, ഇന്ററാക്ഷൻസ് പോസിബിൾ ആക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാവുന്നത്. ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഫ്ലോ ചാർട്ട് രൂപത്തിൽ നമുക്ക് നോക്കാം. ഇത്രയും നമ്മൾ പറയുന്നതിന് പകരം ഈ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ എന്തൊക്കെയാണ്? പരമ്പരാഗത മാധ്യമങ്ങളുണ്ട്, നവമാധ്യമങ്ങളുണ്ട്. പരമ്പരാഗത മാധ്യമങ്ങളും മാധ്യമങ്ങളും. അപ്പൊ അതിൽ പരമ്പരാഗതത്തിലാണ് അച്ചടി മാധ്യമങ്ങൾ, പത്രങ്ങള്, പുസ്തകങ്ങള്, മാഗസിനുകൾ പോലെയുള്ളവ വരുന്നത്. ഇനി പ്രക്ഷേപണ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവ. ഇതിന്റെയൊക്കെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നത് എന്താണ്? സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറവാണ് അല്ലെ. ഒരു എന്താ പറയാ, ഒരു 1-to-1 ഇന്ററാക്ഷൻ പോസിബിൾ അല്ല അല്ലെ. ഒരു 1-വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ നവമാധ്യമങ്ങളിലേക്ക് വരുമ്പോഴേക്ക് ഡിജിറ്റൽ മാധ്യമങ്ങളിൽ വെബ്സൈറ്റ്, ഓൺലൈൻ പത്രങ്ങൾ, ബ്ലോഗുകൾ എല്ലാത്തിലും നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂട്യൂബിൽ ക്ലാസ് കാണുന്നു. യൂട്യൂബിൽ ക്ലാസ് കാണുമ്പോൾ അതിൽ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞു, അപ്പൊ അത് നിങ്ങൾക്ക് കമന്റിലൂടെ പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ടീച്ചറെ അറിയിക്കാനുള്ള, അല്ലെ കാണുന്നില്ലെങ്കിൽ പോലും ആ ടീച്ചറെ അറിയിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ഇന്ററാക്ഷൻ പോസിബിൾ ആവുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ, ഫോട്ടോ, വീഡിയോ പങ്കുവയ്ക്കൽ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ചർച്ചാ ഫോറങ്ങൾ തുടങ്ങിയവ ഉണ്ട്. രണ്ടിന്റെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് 2-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. പരമ്പരാഗത മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ അത് 1-വേ കമ്മ്യൂണിക്കേഷനിലേക്ക് ഒതുങ്ങി പോവുകയാണ് എന്നുള്ളതാണ് ഓർത്തു വെക്കേണ്ടത്. ഇതാ ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്റർ വളരെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓപ്ഷൻ കണ്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ നമ്മളൊന്ന് കവർ ചെയ്ത് പോവുക. അതാണ് ഉദ്ദേശം. ഓക്കെ, ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും കമ്പയർ ചെയ്തിട്ട് പ്രവർത്തനത്തിലെ പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പരിശോധനയാണ്. അപ്പൊ ആശയവിനിമയം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 1-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. നവമാധ്യമമാണെങ്കിൽ ഇരുദിശയിലുള്ള ആശയവിനിമയം സാധ്യമാണ്. പാരസ്പര്യം, ഇന്ററാക്ഷൻ എങ്ങനെയാണ്? പരിമിതമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. നവമാധ്യമങ്ങളെ സംബന്ധിച്ച് ഉയർന്ന ഇന്ററാക്ഷനും പങ്കെടുക്കലും ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. ഇനി ഭൗതിക രൂപത്തിൽ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് എന്ത് കിട്ടും? ഈ മാധ്യമങ്ങളിലൂടെ കിട്ടും. പരമ്പരാഗതമായിട്ടുള്ള മാധ്യമങ്ങൾ നമുക്ക് പത്രം, റേഡിയോ, ടെലിവിഷൻ എന്നത്. ഡിജിറ്റൽ രൂപങ്ങളാണെങ്കിൽ ഇന്റർനെറ്റ് സൗകര്യമുള്ള ഉപകരണങ്ങളിലൂടെയാണ് നമ്മൾ കണ്ടറിയുന്നത്. ഈ സ്വീകർത്താക്കൾ എന്ന് പറയുമ്പോൾ പരിമിതമായിട്ടുള്ള പങ്കാളിത്തമാണ്.
ഇതോ ക്രിയാത്മകമായിട്ടുള്ള പങ്കാളിത്തം. ലഭ്യത എന്ന് പറയുമ്പം സ്ഥലകാല പരിമിതി ഉള്ളതിനാൽ എപ്പോഴും ലഭ്യമാവില്ല. പക്ഷേ നവമാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, സ്ഥലകാല പരിമിതി ഇല്ലാതെ അന്തർദേശീയമായും ലഭ്യമാവും. നമുക്ക് എന്തുണ്ടായാൽ മതി, ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടായാൽ മതി. പൊതുജനാഭിപ്രായം, സാമൂഹിക വഴക്കങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയെ സ്വാധീനിച്ചുകൊണ്ട് സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ പൊതുവെ എന്താണ്, പൊതുജനാഭിപ്രായം അല്ലെങ്കിൽ സാമൂഹിക വഴക്കങ്ങൾ, സോഷ്യൽ നോംസ്, സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്നുണ്ടെന്നത് മനസ്സിലാക്കാം. ഇനി നവമാധ്യമങ്ങളുടെ കേസിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ആശയവിനിമയം സാധ്യമാക്കുന്നുണ്ട്, പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി ഈ നവമാധ്യമങ്ങൾ അല്ലെ സാമൂഹിക മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അമിത ഉപയോഗം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളില്ല അല്ലെ, കൗമാരക്കാരില്ല. വിദ്യാർത്ഥികളുടെ പഠനത്തെയും ശാരീരിക മാനസിക ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അവരുടെ മൂല്യങ്ങൾ കുറച്ചൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും അകലം സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്, നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പോലെ കണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, കഴുത്തിന്റെ പ്രശ്നം വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, അമിതമായിട്ടുള്ള ദേഷ്യമൊക്കെ കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്, മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒക്കെ വരുമ്പോൾ. അനിയന്ത്രിതമായ ഉപയോഗം വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും അകലം സൃഷ്ടിക്കുന്നു. പിന്നെ ഫോൺ കിട്ടിയാൽ കൂട്ടുകാരെ വേണ്ട, വീട്ടുകാരെയും വേണ്ടാത്തൊരവസ്ഥ. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കാൻ പാരന്റ്സ് എന്ന നിലയ്ക്കും പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒക്കെ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ ഇപ്പൊ അവധി കാലങ്ങളൊക്കെയാണ് വരുന്നത്, കുട്ടികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നമ്മൾ പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സാമൂഹിക ജീവിതത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളും സാമൂഹികരണവും എന്ന പോയിന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ സിലബസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരിക. സാമൂഹിക ജീവിതത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനം നോക്കിയേ. പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ആധുനിക സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. അപ്പോ വിവിധ മാധ്യമ രൂപങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, മാധ്യമങ്ങളും സാമൂഹികരണവും. നോക്കിയേ, കഥകൾ, മൂല്യങ്ങൾ, ഗുണപാഠങ്ങൾ ഇതൊക്കെയാണ് ബാലപ്രസിദ്ധീകരണങ്ങളിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. കഥകളിലൂടെയും കവിതകളിലൂടെയും സാമൂഹിക വഴക്കങ്ങളും ഗുണപാഠങ്ങളും വിജ്ഞാനവും വിനോദവും ലഭിക്കുന്നില്ലേ? സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും പെരുമാറണമെന്നും ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നാം പഠിച്ചെടുക്കുന്നു. അതിനെന്ത് പറയും? സോഷ്യലൈസേഷൻ, സാമൂഹികരണം എന്ന് പറയും. പിന്നെ ഉദാഹരണമായിട്ട് പറയുകയാണ്, മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന മൂല്യം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ രക്ഷിതാക്കളിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. അതുപോലെ സോഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, മാധ്യമങ്ങൾ ഇവയെല്ലാം എന്താണ്? സാമൂഹികരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെ പല ചാപ്റ്റേഴ്സിലും നമ്മൾ കവർ ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി അടുത്തൊരു ഭാഗത്ത് പറയുന്നത്, അടുത്ത പോയിന്റ്, മാധ്യമങ്ങളും പൊതുജന അഭിപ്രായ രൂപീകരണവും. നോക്കാം ഈ ഭാഗത്ത് എന്താ പറയുന്നത്. ഓക്കെ, നമുക്ക് ഓപ്പൺ ആയിട്ട് നമ്മളുടെ ഒരു കമന്റ് എന്താണോ, ഒരു പ്രശ്നത്തെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ കമന്റ് എന്താണോ, നമ്മളുടെ വ്യൂ പോയിന്റ് എന്താണോ അത് നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു വേദി അല്ലെ. ഇനി അതുപോലെ തെറ്റായിട്ടുള്ള പൊതുജന അഭിപ്രായത്തിന് കാരണമാകുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമം IT ആക്ട് 2000 പ്രകാരം എന്താണ്? ശിക്ഷാർഹമാണ്. എന്താണ്? മാധ്യമങ്ങളിലൂടെ ആണെങ്കിൽ പോലും തെറ്റായിട്ടുള്ള പൊതുജന അഭിപ്രായം നമ്മൾ പങ്കുവയ്ക്കുകയാണ്, നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ തെറ്റായിട്ടുള്ളതും മറ്റുള്ളവരെ തെറ്റായ ദിശയിലൂടെ നയിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് തെറ്റ് തന്നെയാണ്. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 IT ആക്ട് 2000 പ്രകാരമാണ് ഇങ്ങനെ തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുകയും പങ്കുവയ്ക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ IT ആക്ട് 2000 എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് പോയിന്റ് ഇവിടെ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഇപ്പം LDC ഒക്കെ നമ്മൾ IT പഠിക്കുമ്പോൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഇത്, IT ആക്ട് 2000 എന്ന് പറയുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായിട്ടുള്ള നിയമ നടപടികളും ശിക്ഷയും ഉറപ്പാക്കുന്നതിന് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വിവര സാങ്കേതിക വിദ്യ 2000 IT ആക്ട് 2000 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാധ്യമങ്ങളും ഉപഭോഗ സ്വഭാവവും നോക്കാട്ടോ. ഇവിടെ വരുന്ന പോയിന്റ് എന്താണ്? ഇതിങ്ങനെ A to Z പഠിക്കേണ്ട ചാപ്റ്റർ അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നത്. മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യങ്ങളും മറ്റു പരിപാടികളും നമ്മുടെ ഉപഭോഗ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, മാധ്യമങ്ങളും വാർപ്പ് മാതൃകകളും. വാർപ്പ് മാതൃക എന്നാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. സ്റ്റീരിയോ ടൈപ്പ്, അതായത് സാമാന്യവൽക്കരിച്ച മുൻധാരണകളോട് കൂടിയ പ്രസ്താവനകളെയാണ് വാർപ്പ് മാതൃകകൾ എന്ന് പറയുന്നത്. എന്താണ്? പുരുഷന്മാര് വീട് നോക്കേണ്ട ആളുകളാണ്, സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങേണ്ടവരാണ് എന്നുള്ള സ്റ്റീരിയോ ടൈപ്പ്. ഓരോ വ്യക്തിയുടെ കഴിവുകളെ കുറിച്ചും ഒന്നും അറിയാതെ തന്നെ ആ വ്യക്തിയെ കുറിച്ച് സമൂഹം നേരിട്ട് ഒരു മുൻധാരണയോടുകൂടിയുള്ള പ്രസ്താവിക്കുന്ന കാര്യങ്ങളെയാണ് സ്റ്റീരിയോ ടൈപ്പിൽ കൊണ്ടുവരുന്നത്.
വർഗം, ലിംഗപദവി, സംസ്കാരം, നിറം മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെക്കുറിച്ചുള്ള ലളിതവും സാമാന്യവൽക്കരിച്ചതുമായ വിശ്വാസങ്ങളോ ആശയങ്ങളോ ആണ് വാർപ്പ് മാതൃകകൾ അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്പുകൾ. ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. സാമാന്യവൽക്കരിച്ച മുൻധാരണകളോട് കൂടിയ പ്രസ്താവനകളെയാണ് വാർപ്പ് മാതൃകകൾ എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, പരസ്യങ്ങളുടെ കേസുകളിലാണെങ്കിൽ ഇപ്പോൾ അടുക്കള സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പാത്രങ്ങളുടെയോ അങ്ങനെയൊക്കെ പരസ്യങ്ങളാണെങ്കിൽ മിക്കതും സ്ത്രീകളായിരിക്കും അതിൽ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ഡ്രസ്സുകളുടെ കാര്യമാണെങ്കിൽ, പിന്നെ ജ്വല്ലറീസിന്റെ പരസ്യങ്ങളൊക്കെ ആണെങ്കിൽ സ്ത്രീകളായിരിക്കും. ഇനി എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ എന്താണ് നമ്മൾ പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മിക്കതും പുരുഷന്മാരായിരിക്കും ആ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നത്. അതായത് അതിലൂടെ ഒരു വാർപ്പ് മാതൃകങ്ങളെ രൂപീകരിച്ച് നിലനിർത്തി പോരുന്ന ഒരു രീതിയാണ് മാധ്യമങ്ങൾ പിന്തുടരുന്നത് എന്നാണ് പറഞ്ഞു വന്നത്. ഇനി മാധ്യമവും സാമൂഹിക ഇടപെടലും. ഈ ഒരു ഭാഗമൊക്കെയാണ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഇങ്ങനൊരു ടോപ്പിക്കിന്റെ അണ്ടറിൽ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് വായിക്കാതെ പോകരുതല്ലോ. സാമൂഹിക പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ എത്തിക്കുകയും അവ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വിവിധ തലങ്ങളിലൂടെ വേഗത്തിലാക്കുന്നതിനും മാധ്യമങ്ങൾ ഇടപെടുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റാണ് അവിടെ പറയുന്നത്. ഇനി മാധ്യമങ്ങളും സാങ്കേതിക വിദ്യയും, മീഡിയ ആൻഡ് ടെക്നോളജിയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒന്ന് വായിക്കാം. മാധ്യമങ്ങളുടെ പുരോഗതി സൂചിപ്പിക്കുന്ന ചുമർ പത്രിക തയ്യാറാക്കാനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും മാധ്യമ വളർച്ചയ്ക്ക് സാങ്കേതിക വിദ്യ ആക്കം കൂട്ടിയത് എങ്ങനെയാണ്? സാങ്കേതിക വിദ്യയും മാധ്യമങ്ങളും പരസ്പര ബന്ധിതമാണ്. സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾ പുതിയ മാധ്യമ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി. ഈ രംഗത്തെ വികസനം സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾ, സ്ട്രീമിംഗ് സേവനങ്ങൾ തുടങ്ങിയ നവമാധ്യമങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് വിവരവിനിമയ രംഗത്തെ നിർമ്മാണം, വിതരണം, ഉപഭോഗം എന്നിവയിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഭാഗത്ത് പഠിക്കാനുണ്ട്. നിർമ്മിത ബുദ്ധി, ഇതൊക്കെ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. AI കുറിച്ചാണ് പറയുന്നത്. മനുഷ്യരെ പോലെ ചിന്തിക്കുവാനും തീരുമാനമെടുക്കാനും യന്ത്രങ്ങളെ സജ്ജമാക്കുന്നതാണ് നിർമ്മിത ബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പ്യൂട്ടർ സംവിധാനം വഴിയുള്ള മനുഷ്യബുദ്ധിയുടെ അനുകരണത്തെ സൂചിപ്പിക്കുന്നു. പഠനം, തീരുമാനമെടുക്കൽ, പ്രശ്ന പരിഹാരം തുടങ്ങിയ ജോലികൾ ചെയ്യാനായിട്ട് AI ഹെൽപ്പോട് കൂടി നമുക്ക് സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച്. ഇനി ബിഗ് ഡേറ്റ. എന്താണ് ബിഗ് ഡേറ്റ? ബിഗ് ഡേറ്റ എന്നത് വളരെ സങ്കീർണവും പരമ്പരാഗത ഡേറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുമായ വലിയ ഡേറ്റ സെറ്റുകളെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബിഗ് ഡേറ്റ എന്നുള്ളത്. വളരെ സങ്കീർണവും പരമ്പരാഗത ഡേറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുമായ വലിയ ഡേറ്റ സെറ്റുകളെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബിഗ് ഡേറ്റ. ഇതൊക്കെ നമ്മൾ IT ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള ഡെഫിനിഷൻസും കാര്യങ്ങളും പോയിന്റുകളുമാണ് പഠിക്കേണ്ടത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇത്രയും ഈ ഒരു SCERT ഓറിയന്റഡ് ആയി തന്നിരിക്കുന്ന ഡെഫിനിഷനിൽ ഒതുങ്ങി പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അൽഗോരിതം. അൽഗോരിതം എന്നാൽ എന്താണ്? നിങ്ങൾ കേട്ട് കാണും, യൂട്യൂബിന്റെ അൽഗോരിതം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അൽഗോരിതം എന്നത് ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള നടപടിക്രമങ്ങളോ ഫോർമുലകളോ ആണ്. അപ്പൊ നമ്മളോട് ഞാൻ ചോദിക്കാം, ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള നടപടിക്രമങ്ങളെ എന്തു പറയുന്നു? ഓപ്ഷനിൽ അൽഗോരിതം ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ. നിർമ്മിത ബുദ്ധി, ബിഗ് ഡേറ്റ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഡേറ്റ വിശകലനം ചെയ്യുന്നതും പാറ്റേണുകൾ തിരിച്ചറിയുന്നതും പ്രവചനങ്ങൾ നടത്തുന്നതിനും അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സെർച്ച് എഞ്ചിനുകൾ, മെഷീൻ ലേണിംഗ് മോഡലുകൾ എന്നിവയെല്ലാം അതിന്റെയൊക്കെ പ്രവർത്തനം അൽഗോരിതങ്ങളെ ആശ്രയിച്ചാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള നടപടിക്രമങ്ങളോ ഫോർമുലകളെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അത്രയും മാത്രം പഠിക്കുക SCERT ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഡിജിറ്റൽ മര്യാദകളാണ് കേട്ടോ ഇനി പറയാനായിട്ട് പോകുന്നത്. ഡിജിറ്റൽ മര്യാദകൾ. ഇവിടെ ഒന്നും നമുക്ക് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം. ഡിജിറ്റൽ ഇടങ്ങളിൽ ഇടപഴകുമ്പോൾ വ്യക്തികൾ പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്ന ശരിയായതും മാന്യവുമായ പെരുമാറ്റങ്ങളാണ് ഡിജിറ്റൽ മര്യാദ. ഡിജിറ്റൽ ഇടങ്ങളിൽ ഇടപഴകുമ്പോൾ വ്യക്തികൾ പിന്തുടരുമെന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ. പ്രതീക്ഷിക്കുന്ന ശരിയായതും മാന്യവുമായ പെരുമാറ്റങ്ങളാണ് ഡിജിറ്റൽ മര്യാദകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കുക, നിന്ദ്യമായ ഭാഷ ഒഴിവാക്കുക, ഡിജിറ്റൽ ഇടങ്ങളിലെ സന്ദേശങ്ങളെ കുറിച്ച് ജാഗ്രത പുലർത്തുക, പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുക, ഇതൊക്കെയാണ് ഡിജിറ്റൽ മര്യാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡിജിറ്റൽ മര്യാദകൾ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ലഭ്യമാവുന്നത്? മാന്യമായ ആശയവിനിമയം സാധ്യമാവുന്നുണ്ട്. ആശയവിനിമയത്തിൽ വ്യക്തതയും ധാരണയും ലഭ്യമാകുന്നുണ്ട്. ഗുണാത്മകമായ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ രൂപപ്പെടുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ കുറയുന്നു. സുരക്ഷിതമായ ഡിജിറ്റൽ ഇടങ്ങളിലേക്ക് സമൂഹത്തെ നയിക്കുന്നു. ഡിജിറ്റൽ സാക്ഷരതയെ പിന്തുണയ്ക്കുന്നു. ഇതൊക്കെ നമുക്ക് വായിക്കാതെ തന്നെ അറിയാം. ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഈ പോയിന്റുകളെല്ലാം ഇതുപോലെ SCERT പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക്
ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ വായിക്കുക. ഒന്നുകൂടി നോക്കാം. മാന്യമായ ആശയവിനിമയം സാധ്യമാകുന്നു എന്നുള്ളത് ഡിജിറ്റൽ മര്യാദ ശീലിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഒരു ഗുണമാണെങ്കിൽ, ആശയവിനിമയത്തിൽ വ്യക്തതയും ധാരണയും ലഭ്യമാകുന്നു എന്നത് രണ്ടാമതൊരു ഗുണമാണ്. 3, ഗുണാത്മകമായ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ രൂപപ്പെടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ കുറയുന്നു. ഇനി ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ സൈബർ നിയമങ്ങളെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കൂടിയാണ് പറഞ്ഞു വരുന്നത്. സുരക്ഷിതമായ ഡിജിറ്റൽ ഇടങ്ങളിലേക്ക് സമൂഹത്തെ നയിക്കുന്നു. ഡിജിറ്റൽ സാക്ഷരതയെ പിന്തുണയ്ക്കുന്നു. ഇതെല്ലാം ഡിജിറ്റൽ മര്യാദകൾ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്. ഇനി മാധ്യമ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കുവാനും വിശകലനം ചെയ്യുവാനും വിലയിരുത്തുവാനും സൃഷ്ടിക്കുവാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത. വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കുവാനും വിശകലനം ചെയ്യുവാനും വിലയിരുത്തുവാനും സൃഷ്ടിക്കുവാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത. മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും സന്ദേശങ്ങളെ വിമർശനാത്മകമായി എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നും ഇതിൽ ഉൾപ്പെടുന്നു. മാധ്യമ സാക്ഷരത. ഇനി എന്താണ് ഡിജിറ്റൽ സാക്ഷരത? ഡിജിറ്റൽ ഇടങ്ങളിൽ വിവരം കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ആശയവിനിമയം ചെയ്യുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള കഴിവിനെയാണ് ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്നത്. അപ്പോ അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇന്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കൽ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഗതി നിയന്ത്രണം ചെയ്യൽ, ഓൺലൈൻ ഉള്ളടക്കം വിമർശനാത്മകമായി വിലയിരുത്തൽ, സൈബർ അവബോധം തുടങ്ങിയ നൈപുണികൾ ഇവിടെ ഡിജിറ്റൽ സാക്ഷരതയിൽ ഉൾപ്പെടുന്നുണ്ട്. മാധ്യമ സാക്ഷരത എന്താണ്, ഡിജിറ്റൽ സാക്ഷരത എന്താണ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. പിന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തില്ല. അപ്പൊ ഇത്രയും ഒക്കെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇത് വായിച്ചു വിടേണ്ട ആവശ്യമേ ഉള്ളൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ടാണ് ഞാനും ഈ ചാപ്റ്റർ ജസ്റ്റ് വായിച്ചു വിട്ടത്. പോയിന്റുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക മാത്രമേ ഇവിടെ വേണ്ടൂ, ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ നമ്മളത് അറിയാതെ പോകരുത് എന്നതുകൊണ്ടാണ്. അത്ര പ്രാധാന്യമുള്ള ചാപ്റ്റർ അല്ല ഇത് അതുകൊണ്ട് മാത്രമാണ് ഒന്ന് വായിച്ചു വിട്ടത്. ഇനി നമുക്ക് ഓൾഡ് SCERT-യിൽ കുടുംബവും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല. കാരണം കുടുംബം എന്ന് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പഠിക്കണം. പിന്നെ തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ചാപ്റ്ററുമായിട്ടായിരിക്കും വരുന്നത് ഓൾഡ് SCERT-യിൽ. ഓക്കെ അല്ലേ? താങ്ക് യു.